ഹലോ കൂട്ടുകാരെ, ബിക്കു ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. വെച്ചാൽ മാത്സിൽ സിമ്പിളാണ് ബട്ട് പവർഫുൾ എന്ന് പറയില്ലേ, അതിലത്തെ ഒരു സംഭവമാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പറയുന്നത് പ്രൊബാബിലിറ്റി ആണ്. ഓക്കെ, എന്താണ് പഠിക്കാൻ പോകുന്നത്? പ്രൊബാബിലിറ്റി. എന്താണ് പ്രൊബാബിലിറ്റി ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ വെച്ചാൽ മെയിനായിട്ട് എന്തായാലും ഷുവറായിട്ട് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഇന്ന് ചോദിക്കും. അതിൽ മിക്കവാറും 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ സിമ്പിൾ ആയിരിക്കില്ല. 4ാമത്തെ ക്വസ്റ്റ്യൻ പോലെ ഒന്നെങ്കിൽ ബേസ് തിയറം അതിന് ടോട്ടൽ പ്രൊബാബിലിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചാൻസ് എന്ത് വരാം എന്ന് വെച്ചാൽ അത് വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇതിൽ NPR NCR വെച്ചുള്ള ക്വസ്റ്റ്യൻസ് അത് ചോദിക്കാം. 3 ക്വസ്റ്റ്യൻ എന്തായാലും മിക്കവാറും ഒരു മോഡറേറ്റ് ലെവൽ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ചെറിയ ടഫ് വരുന്ന മാത്രം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിക്കാന്ന് വെച്ചാൽ മെയിനായിട്ട് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഡൈസിന്റെ ടോട്ടൽ പ്രോബിലിറ്റി ആണ് ഇക്വേഷൻ. എന്താ ഡൈസ് എപ്പോഴാണ് 6 ഓക്കെ, അപ്പോൾ 2 പ്രാവശ്യം ഇട്ടാൽ 36 ടോട്ടൽ പ്രോബിലിറ്റി. അതിൽ കോയിൻ എന്താ 2 പറയുമ്പോൾ 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ 2 ദാറ്റ് ഈസ് 4 times ടോട്ടൽ പ്രോബിലിറ്റി. പിന്നെ അതിന്റെ എലമെന്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ പ്രൊബാബിലിറ്റിയിൽ നിങ്ങൾ ചില സമയത്ത് ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് എപ്പോഴും പറഞ്ഞത്. വെച്ചാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കോയിൻ ഇപ്പോൾ ചോദിക്കും ഒരു ഹെഡ് മൊത്തം ഹെഡ് വരാനുള്ള ചാൻസ് ചെറിയ എക്സാമ്പിൾ പറയാം, ചെറിയ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അതെന്താ വളരെയധികം പ്രോബിലിറ്റി കുറവാണ്. അപ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ എന്താ ഇപ്പോൾ 36/6 ഉണ്ട് എന്ന് വെച്ചാൽ 1/6 6 വിചാരിച്ചാലും ഒരു ചാൻസ് ഉള്ളോ. സോറി, ഡൈസിലല്ല കേട്ടോ, സോറി. അപ്പൊ മറ്റല്ല 2 വരുമ്പോ 2 8 അതിൽ 4 വയ്ക്കുക. 1/4 ഉണ്ട്, അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/16 ഉണ്ട്. അപ്പൊ ഓപ്ഷൻസ് വയ്ക്കുക 4/16 1/4. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ലേറ്റും ചെറുതല്ല ആൻസർ വരിക. അങ്ങനെ ചില സമയത്ത് കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പ്രോബിലിറ്റി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്നല്ല, നിങ്ങൾ കിട്ടിയ ആൻസർ ഒന്ന് കൺഫേം ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, കൺഫേം ആക്കാനും കൂടി പറ്റും. അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ഇതാണ് കുറച്ചൊന്ന് കുഴപ്പിക്കുക. എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇത് നിങ്ങൾ സാധാ പ്രൊബാബിലിറ്റി പോലെ ചെയ്യാൻ കിട്ടും. പക്ഷെ ചില സമയത്ത് പ്രൊബാബിലിറ്റി ഒപ്പം എന്താ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, ഇതാണ് ഇതിലൊരു മിക്സ്ഡ് കോൺസെപ്റ്റ് തന്നെ. വെച്ചാൽ NPR NCR അത് വരികയാണെങ്കിൽ പോലും കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കാർഡ്സിന്റെ പ്രോബ്ലംസ് അതിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ NCERT ക്വസ്റ്റ്യൻസ് തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്താൽ മതി. NCERT തന്നെ കുറച്ച് ടഫ് കൂടിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. നമ്മൾ PVK ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കുക. അപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കിട്ടിയില്ലേ പ്രൊബാബിലിറ്റിന്ന് അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് കുറച്ച് മോഡറേറ്റ് വരിക. ഓക്കെ, അടുത്ത് പഠിക്കാന്ന് വെച്ചാൽ ബേസ് തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടോട്ടൽ പ്രൊബാബിലിറ്റി. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ പ്ലസ് ടു എക്സാമിന് കൂട്ടുകാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്ത് ടോട്ടൽ പ്രൊബാബിലിറ്റി. അത് ആർക്കും കണ്ടപ്പോൾ മനസ്സിലാണ്ടാവില്ല. അതേപോലെ അതൊക്കെ കുറച്ച് കൂടുതൽ ചെയ്യാനാണ് കാൽക്കുലസ്. അതുപോലത്തെ ഒരിക്കലും മനസ്സിലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ പ്രൊബാബിലിറ്റി. ഓക്കെ, ഒന്നാമത് നിങ്ങൾ ബേസ് തിയറായിട്ട് ബന്ധമുണ്ടോ നോക്കുക. ഓക്കെ, ടോട്ടൽ പ്രൊബാബിലിറ്റി അടുത്ത് എന്ന് വെച്ചാൽ ബേസ് തിയറായിട്ട് ബന്ധമില്ലെങ്കിൽ അത് ഉറപ്പിച്ചോ ടോട്ടൽ പ്രൊബാബിലിറ്റിയാണ്. അത് ഇതിലത്തെ ഒരു ചെറിയ ടെക്നിക്കാണ്. ഓക്കെ, എന്നുവെച്ചാൽ അടുത്ത വെച്ചാൽ പ്രൊബാബിലിറ്റി വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിന് വെരി ഇമ്പോർട്ടൻ്റ് എന്താ യൂസ് കോമൺ നോളജ്. ഓക്കെ, കോമൺ സെൻസ്, സോറി. അപ്പോൾ കോമൺ സെൻസ് യൂസ് ചെയ്യുന്നത് അതാണ്. ചെറിയ കാര്യം നടക്കുമ്പോൾ എന്തായാലും ചെറിയ ഫ്രാക്ഷൻ വരുന്നത് മനസ്സിലാക്കുക, അല്ലാതെ വലിയ കാര്യം നടക്കുമ്പോൾ എന്താ വലിയ ഫ്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ പ്രൊബാബിലിറ്റിയിൽ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഞാൻ കുറെ PVQs ഒക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാച്ചാൽ അപ്പോൾ നമുക്കറിയാം കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി എന്താ വരിക 36. അപ്പോൾ മിക്കവാറും ഓപ്ഷനിൽ 36 ഉണ്ടാവും, പക്ഷെ ആൻസറിൽ ഒരിക്കലും 36 തരാൻ ചാൻസേ ഇല്ല. അതെന്തിനാ വെച്ചാൽ കൂട്ടുകാരുടെ തെറ്റിച്ചിട്ട് നെഗറ്റീവ് മാർക്കാക്കാനാണ് അത് എപ്പോഴും അങ്ങനെ ഇടാൻ മനസ്സിലാവും. അപ്പോൾ 36 തരാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ തീരെ കിട്ടിയിട്ട് ആൻസർ കിട്ടില്ലേ അത് മാത്രമേ സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് പറയുന്നത് വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B = ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ വളരെയധികം റിപ്പീറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇതിനൊപ്പം ഇടയ്ക്കാന്ന് വെച്ചാൽ എന്താ ഈ സംഭവം ചോദിക്കും, എന്ത് ഇതെന്താ P of A കോംപ്ലിമെന്റ് എന്താ 1 - P of ആ എന്റെ പ്രോബിലിറ്റി കാണാനുള്ളത്, അല്ലെങ്കിൽ അതില്ലാത്ത പ്രോബിലിറ്റി കാണാൻ ചെയ്യുക. ടോട്ടൽ പ്രോബിലിറ്റി എത്രയാണ്? മാക്സിമം 1 വരിക. ടോട്ടൽ പ്രോബിലിറ്റി മാക്സിമം 1 വരിക. ഓക്കെ, അപ്പോൾ ആ 1 അത് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ A കോംപ്ലിമെന്റിന്റെ പ്രോബിലിറ്റി കിട്ടും. ഓക്കെ, അത് വേണമെങ്കിൽ ഇതിനായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇതിനായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. എന്ന് വെച്ചാൽ ഇത് നേരിട്ട് ചോദിക്കാനുള്ള സാധ്യത ഒരു 80%. ഓക്കെ, ഉറപ്പിച്ച് 80%. അതുപോലെ ഇതാണ്. പിന്നെ എന്ത് ചോദിച്ചില്ലെങ്കിൽ കുറച്ച് ടഫ് എന്ന് വെച്ചാൽ ബേസ് തിയറി റിലേറ്റഡ് ചോദിച്ചില്ലെങ്കിൽ ഈ സംഭവം ഇതിൽ ഇൻക്ലൂഡ് ആക്കും. എന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ചിട്ട് നമ്മളോട് എന്ത് ചോദിക്കും? P of A കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, P of A കോംപ്ലിമെന്റ്. പിന്നെ കുറച്ച് ടഫ് കൂടിയ അടുത്ത ക്വസ്റ്റ്യൻസ് ബേസ് തിയറി ഒക്കെ
പിന്നെ ഈ സംഭവം പി എഫ് എ യൂണിയൻ എ യൂണിയന്റെ ഒപ്പം മിക്സ് ചെയ്ത് ചോദിക്കും എക്സാക്ട്ലി വൺ. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ. അപ്പം എന്താ മനസ്സിലാക്കുന്നത്? അറ്റ്ലീസ്റ്റ് വൺ എന്താ? അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താ? ഒരെണ്ണം ഉണ്ടാവണം. എക്സാക്ട്ലി വൺ എന്ന് പറയുമ്പോൾ എന്താ? മാക്സിമം അത്ര ഉണ്ടാകാൻ പാടുള്ളൂ. അതൊന്നും മനസ്സിലാക്കില്ല. അപ്പം ഇതാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. കൂട്ടുകാർ ഇത് മാത്രം പഠിച്ചൊന്നും കിട്ടുന്നില്ല. പറ്റാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, വല്ല വൺ ഷോട്ട് ഒക്കെ വരുന്നത് കാണാം. വൺ ഷോട്ട് അതിനത്ര സമയമില്ല നമുക്ക്. അപ്പം നമുക്ക് പി ഒക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ വൺ ഷോട്ട് ഇരുന്ന് കാണാം. വൺ ഷോട്ട് ലൈക്ക് വല്ല സൈലം, അതുപോലെ തന്നെ PW അങ്ങനത്തെ നല്ല ചാനലുകൾ നോക്കിക്കും. കാരണം വെച്ചാൽ അവരൊക്കെ നല്ല ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വൺ ഷോട്ടൊക്കെ ഇത് കണ്ടു പഠിക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ മെയിനായിട്ട് ഇത് വിട്ട് കളയരുത്. മനസ്സിലായില്ലേ? വിട്ട് കളയരുത്. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മാർക്ക് പഠിക്കാൻ പറ്റിയ സെക്ഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരുടെ സപ്പോർട്ടിനൊക്കെ വളരെ നന്ദി പറയുന്നു. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.